നമ്മൾ കുറച്ച് നാളായി ഈ ഒരു സാധനമൊക്കെ വാങ്ങി വെച്ചിട്ട് എന്നെ ഇതുവരെ അത് വെച്ചിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനിയെങ്കിലും ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലേ ഇത് വാങ്ങി വെച്ചത് പോലും ഞാൻ മറന്നുപോകും. ആക്ച്വലി ക്രോഷ്യേനെ പറ്റിയിട്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷെ ഞാൻ ഈ സ്റ്റിച്ചസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ആദ്യമായിട്ടാണ് ഞാനൊരു ക്രോഷ്യ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും നിങ്ങൾക്ക് ഇതിൽ കാണാനും പറ്റും. സത്യം പറയുകയാണെങ്കിൽ ഇല്ലേ, ഈ ഒരു ക്രോഷ്യേനോടുള്ള ഇഷ്ടം എനിക്ക് കുട്ടിക്കാലത്ത് തുടങ്ങിയതാണ് കേട്ടോ. എല്ലാവരെയും പോലെ തന്നെ ഈ കുട്ടിക്കാലത്ത് ഞാനൊരു കാർട്ടൂൺ അഡിക്റ്റ് ആയിരുന്നു. ചില കാർട്ടൂൺസിലൊക്കെ ഇതേപോലെ ക്രോഷ്യ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് എനിക്കിത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നെ എന്റെ അന്നത്തെ കുഞ്ഞു ബുദ്ധിയിൽ ഞാൻ വിചാരിച്ചത് ഈ ക്രോഷ്യ ഒന്നും നമ്മളുടെ നാട്ടിൽ ആരും ചെയ്യൂല എന്നാണ്. എന്നാൽ ഇതൊക്കെ ചെയ്ത് പഠിക്കണം, ഇതേപോലെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ എനിക്ക് അന്നൊരാഗ്രഹമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വലുതായപ്പം കാർട്ടൂൺ കാണല് നിന്നു, ഈ ഒരു ആഗ്രഹം തന്നെ ഞാൻ മറന്നു. പക്ഷെ ഇപ്പം നോക്കുമ്പോഴേ ഈ ഒരു ക്രോഷ്യ എന്ന് പറയുന്നത് ഭയങ്കര ട്രെൻഡിങ് ആണ്. എന്നിട്ടും ഞാൻ വിചാരിച്ചത് ഈ ക്രോഷ്യ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് ക്രോഷ്യയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷെ പിന്നെ കുറെ ആൾക്കാരുടെ വീഡിയോസ് കണ്ടപ്പം അവരൊക്കെ പഠിച്ചത് ഈ യൂട്യൂബ് ഒക്കെ നോക്കിയിട്ടാണ്. അതൊക്കെ കണ്ടപ്പോഴാണ് എന്റെ മനസ്സിലും ഒരു ലഡു പൊട്ടിയത്. അങ്ങനെയാണ് ഞാൻ പോയിട്ട് ഈ ഒരു ഹുക്കും ഞാനൊക്കെ വാങ്ങിയത്. ക്രോഷ്യ ചെയ്യുന്ന സമയത്ത് ആദ്യം നമുക്ക് കൈ വഴങ്ങാത്ത പോലെയൊക്കെ തോന്നെങ്കിലും പിന്നെ ചെയ്ത് ഇത് സെറ്റായി വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാണ്ട് ചെയ്തിട്ടാന്ന് തോന്നുന്നു എന്റെ കൈയൊക്കെ ചെറുങ്ങനെ വേദനിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം ഓവറാക്കാനായിട്ട് നിന്നിട്ടില്ല. ഞാൻ മെല്ലെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ചെയ്ത് വന്നപ്പോ പക്കാ പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ലേലും എനിക്കിത് നല്ലോണം ഇഷ്ടമായി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റ് ഒന്നും മറക്കണ്ട.